ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നൊരു കോൺസെപ്റ്റാണ്. നമുക്കറിയാം, ഇന്ത്യ പോലത്തെ ഒരു ഡെമോക്രാറ്റിക് രാജ്യത്ത് അല്ലെങ്കിൽ ഡെമോക്രസി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ളൊരു അടിസ്ഥാന കോൺസെപ്റ്റിൻ്റെ വാല്യൂ എത്രത്തോളം വലുതാണെന്നുള്ളത്. കാരണം മൗലിക അവകാശങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളാണ് ഡെമോക്രാറ്റിക് നേഷൻസ്. കാരണം ഈ പറയുന്ന രാജ്യങ്ങളിൽ മുൻപുണ്ടായിരുന്ന ഭരണപരിഷ്കാരങ്ങളിൽ ഫണ്ടമെൻ്റൽ സിറ്റിസൻസിന് ഒരിക്കലും ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ ഗവേൺ ചെയ്യുന്നവർക്കും ഗവൺമെൻറ്റിന് മാത്രം ബെനിഫിറ്റും പ്രയോറിറ്റിയും കൊടുത്തിരിക്കുന്ന ഗവൺമെൻറ് സിസ്റ്റങ്ങളിലായിരുന്നു കാണാം. അപ്പം സിറ്റിസൻസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫോം ഓഫ് ഗവേണൻസ് ആണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, അല്ലേ? അപ്പം ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നൊരു കോൺസെപ്റ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ മഹത്തായ ഒരു പാർട്ടാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ ബെനിഫിറ്റിന് വേണ്ടി ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഒരിക്കലും ഇന്ത്യൻ സിറ്റിസൻസിൻ്റെ കൺസേൺ അല്ലെങ്കിൽ അവരുടെ വെൽഫെയർ ഒന്നും ഒരിക്കലും ആ ഗവൺമെൻറ് കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. അവരുടെ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും അവരുടെ പ്രോഫിറ്റിന് വേണ്ടി മാത്രമായിരുന്നു അന്നിവിടെ ഗവൺമെൻറ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേക്കും ഇന്ത്യൻ ജനങ്ങൾ ആദ്യം ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഫ്രീഡം, അല്ലെങ്കിൽ ലിബർട്ടി ഓഫ് പേഴ്സണൽ റൈറ്റ്സ്, അല്ലേ? അപ്പം ഇതിനെയെല്ലാം ക്രോഡീകരിച്ച് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നൊരു നാമം കൊടുത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 3 ഇതിനെപ്പറ്റി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഷ്രൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റാണ്. സോ നമ്മൾ കടക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. നിലവിൽ പറയുകയാണെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ 25 പാർട്ടായി 12 ഷെഡ്യൂളായിട്ട് 448 ആർട്ടിക്കിൾസാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ഇത്രയും പാർട്ടും ഷെഡ്യൂളും ആർട്ടിക്കിൾസിനകത്തുള്ളതിനകത്ത് പാർട്ട് 3 വിശേഷിപ്പിച്ചിരിക്കുന്നത്. Part 3 of the Constitution of India clearly stated out the fundamental rights. നമുക്കറിയാം, ഓരോ പാർട്ടിനകത്തും ഓരോ കോൺസെപ്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ ചാർട്ടിനകത്ത് നോക്കുകയാണെങ്കിൽ പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അങ്ങനെ ധാരാളം. ഇത് ജസ്റ്റ് ഒരു റഫ് ഐഡിയയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു ചാർട്ട് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 3 ഏറ്റവും നർമ്മപ്രധാനമായിട്ടുള്ള നമ്മുടെ ഭരണഘടനയിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ളത്, അല്ലേ? സോ ഒരു ഡെഫിനേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ സ്ക്രീനിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ എസെൻഷ്യൽ ഹ്യൂമൻ റൈറ്റ്സ് ദാറ്റ് ആർ ഓഫേർഡ് ടു എവറി സിറ്റിസൺ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, റേസ്, ക്രീഡ്, പ്ലേസ് ഓഫ് ബർത്ത്, റിലീജിയൻ ഓർ ജെൻഡർ. These are equal to freedoms and these rights are essential for personal good and the society at large. നമ്മൾ തുടക്കം പറഞ്ഞതുപോലെ തന്നെ എല്ലാ വ്യക്തികൾക്കും അവകാശപ്പെട്ട ഒന്നാണ് മൗലിക അവകാശം, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഒരിക്കലും ഒരു വ്യക്തിയുടെ ജാതിയിലോ ജനിച്ച സ്ഥലത്തിലോ മതത്തിൻ്റെ പേരിലോ നിറത്തിൻ്റെ പേരിലോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇത് സിറ്റിസൺ ആസ് എ ഹോൾ, ഒരു വ്യക്തിക്ക് വേണ്ടി ഗവൺമെൻറ് വെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു റൈറ്റാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഗുഡ് ആൻഡ് സൊസൈറ്റി അറ്റ് ലാർജ് എന്നുള്ളൊരു ബെനിഫിറ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു രാജ്യം കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടിയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ളൊരു അടിസ്ഥാന ബോധം നമുക്കുണ്ടാവണം. അപ്പം ഇതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ പറഞ്ഞു, പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഓരോ റൈറ്റിനെ പറ്റിയും കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. അപ്പം നമുക്കറിയാം, തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മൗലിക അവകാശം എന്ന് പറയുന്നത് സിറ്റിസന്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റൈറ്റാണ്. ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യയിൽ ധാരാളം ഫോറിൻ ഗവേണൻസ് നടന്നിട്ടുള്ള രാജ്യമാണ്. പോർച്ചുഗീസുകാർ മുതൽ ബ്രിട്ടീഷുകാർ വരെ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്.
ഈ രാജ്യമെല്ലാം ഭരിച്ചപ്പോഴത്തേക്കും ഇവരെല്ലാം ഇവരുടെയൊക്കെ വ്യക്തിപരമായ നേട്ടത്തിനും ബെനിഫിറ്റിന് വേണ്ടി മാത്രമാണ് ഗവേണൻസ് ചെയ്തതെന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതൊരു പ്രൊവിഷൻ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ വന്നപ്പോൾ അതിനെ അന്നത്തെ മഹത്തായ ആൾക്കാർ വിശേഷിപ്പിച്ചിരിക്കുന്നത് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നുള്ളൊരു നാമത്തിലാണ്. കാരണം ചരിത്രം പഠിച്ചിട്ടുള്ള നമുക്ക് അറിയാം മാഗ്ന കാർട്ട എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം എന്തെന്നുള്ളത്, അല്ലേ? നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റ് റോയൽ ചാർട്ടർ എന്നാണ് ഇതിനെ വേറൊരു നാമത്തിൽ അറിയപ്പെടുന്നത്. അതായത് ഇംഗ്ലണ്ടിലുണ്ടായ, നമുക്കറിയാം ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യവും അത് റോയൽ ചെയിനായിട്ട് അല്ലെങ്കിൽ ഒരു റോയൽ ബ്ലഡ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ കിങ് ക്യൂനൊക്കെയാണ് ഭരിക്കുന്നത്. 1215 1215 അവിടുത്തെ രാജാവായിട്ടുള്ള കിങ് ജോൺ എന്ന് പറയുന്ന രാജാവ് വളരെ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഒരു രാജാവെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പുള്ളിയുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി അന്നത്തെ കാലത്ത് നമുക്കറിയാം രാജാവ് പറയുന്നതാണ് നിയമം രാജ്യത്തിൻ്റെ, അല്ലേ? ഒരു രാജ്യത്തിൻ്റെ നിയമം നിർണ്ണയിക്കുന്നതും ഡിസൈഡ് ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്ന രാജാവിൻ്റെ വാക്കുകളാണ്. സോ അവിടെ രാജാവ് തൻ്റെ പോളിസീസും തൻ്റെ നിയമങ്ങളും എല്ലാം പുറപ്പെടുവിക്കുന്നത് സിറ്റിസൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതും പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയുള്ളതും മാത്രമേ. അന്ന് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് പെസൻറ്റ് ക്ലാസ് ആണ്. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അടിമവേല ചെയ്യുന്നവരും കൂലിപ്പണി ചെയ്യുന്നവരും ഒക്കെയാണ്. പിന്നുള്ളത് ഒരു മിലിറ്ററി ക്ലാസ് പീപ്പിളും സോൾജേഴ്സും അവർ. അപ്പോൾ രാജാവ് എല്ലാത്തിൻ്റെ തലപ്പത്തിരിക്കുകയും പുള്ളി ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുകയും വളരെ മോശമായ രീതിയിലുള്ള ഒരു ഫ്രീഡം ഇല്ല, ഒരു ലിബർട്ടി ഇല്ല, സിറ്റിസൻസിൻ്റെ റൈറ്റിനെ എല്ലാം പിടിച്ചമർത്തിക്കൊണ്ടാണ് ഭരിച്ചത്. പുള്ളിയുടെ ബെനിഫിറ്റിനായിട്ട് നിയമങ്ങൾ ഇറക്കുന്നു. ഒരാളുടെ ബേസിക് ഹ്യൂമാനിറ്റേറിയൻ റൈറ്റ് പോലും കൺസിഡർ ചെയ്യാതെ അവരെ അറസ്റ്റ് ചെയ്യുന്നു, അവരുടെ പ്രോപ്പർട്ടികൾ രാജ്യം പിടിച്ചെടുക്കുന്നു, അവരുടെ വസ്തു സാമഗ്രികളെല്ലാം രാജ്യത്തിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയും രാജാവിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുകയും ചെയ്തു. അവസാനം ഈ പെസൻറ്റ് ക്ലാസ്സുകളും മിലിറ്ററി ക്ലാസ്സുകളും എല്ലാം രാജാവിനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുകയും സമരം ചെയ്യുകയും അവസാനം മാഗ്ന കാർട്ട എന്ന് പറയുന്ന ഒരു ദ ഗ്രേറ്റ് ചാർട്ടർ എന്ന് പറയുന്നത് ഉത്ഭവിക്കുകയും ചെയ്തു. അതായത് വേറൊന്നുമല്ല, ഇതൊരു ഫസ്റ്റ് ഡോക്യുമെൻ്റ് ആണ്. ഫസ്റ്റ് ഡോക്യുമെൻ്റ് ആണ് രാജാവ് ജനങ്ങൾക്ക് വേണ്ടി റിട്ടേൺ ഡോക്യുമെൻ്റ് ആയിട്ട് എഴുതി കൊടുത്തു. അതായത് ഈ രാജ്യത്ത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കില്ലെന്നും രാജാവെന്ന് പറയുന്ന ആളും നിയമത്തിന് അണ്ടറിലാണ്, നോ വൺ ഈസ് എബവ് ലോ എന്നാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അതായത് ലോകത്ത് ആദ്യമായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് എൻഷ്രൈൻ ചെയ്തിരിക്കുന്ന ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വളരെ ഇൻ്റർനാഷണലി വളരെയധികം ശ്രദ്ധ നേടിയിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് കൂടാണ് മാഗ്ന കാർട്ട. അപ്പം ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അത് ആർക്ക് വേണ്ടിയാണ്? സിറ്റിസൻസിന് വേണ്ടി. സിറ്റിസൻസ് ആരാണ്? ഹ്യൂമൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഷ്രൈൻഡ് ഇൻ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ മാഗ്ന കാർട്ട. ഓക്കെ, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് അറിയേണ്ട കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇന്ത്യയുടെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് സർട്ടൺ ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫീച്ചർ നമ്മളെന്ന് പറയുമ്പം എന്തായിരുന്നു? ദീസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ സിമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അൺലൈക്ക് അതർ ഓർഡിനറി ലീഗൽ റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കൺട്രി. നമ്മൾ സാധാരണ നിയമം പോലല്ല. ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഒരു ഫീച്ചറാണ്, അല്ലെങ്കിൽ ഒരു പ്രൊവിഷനാണ്. സോ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് നോട്ട് പെർമനൻറ്റ് ഓർ അബ്സല്യൂട്ട്. എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒരിക്കലും അബ്സല്യൂട്ട് അല്ല. എന്ന് വെച്ചാൽ ഇതിനെ വേണമെങ്കിൽ കർട്ടൈൽ ചെയ്യുകയോ റിപ്പീൽ ചെയ്യുകയോ ചെയ്യാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻ്റ് എന്ന് നിങ്ങൾ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും, പത്രങ്ങളിലും വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ഭേദഗതികൾ എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതികളിലൂടെ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ നമുക്ക് വേണമെങ്കിൽ അമെൻഡ് ചെയ്യാൻ പറ്റും, ഭേദഗതികൾ വരുത്താൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നാൽ ഇതൊരു അബ്സല്യൂട്ട് റൈറ്റ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഭേദഗതികൾ ചെയ്യുമ്പോൾ പോലും പക്ഷെ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനൊക്കെ ഉള്ള ഡോക്ട്രിൻസ് ഒക്കെ കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്.
ഭരണഘടനയുടെ അടിസ്ഥാനമായിട്ടുള്ള സ്ട്രക്ചർ നശിപ്പിച്ചുകൊണ്ടാവല് ഭേദഗതികൾ എന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേശവാനന്ദ ഭാരതി കേസ് എന്നൊക്കെ ഇനിയും വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ അതിനെപ്പറ്റിയൊക്കെ പഠിക്കും. ആ പറയുന്ന കേസുകളിലാണ് ഈ നർമ്മപ്രധാനമായിട്ടുള്ള ഡോക്ട്രിൻസ് അല്ലെ പ്രിൻസിപ്പിൾസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പോൾ അതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ബേസിക് ആയിട്ടൊരു കാര്യം, നമുക്ക് ഏതൊരു നിയമവും ഭേദഗതികൾ വരുത്താം, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ ഫീച്ചറിനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടുള്ള ഒരു അമെൻമെൻ്റ് ആവില്ലെന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് പെർമനൻറ്റ് ഓർ അബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ബി അമെൻഡഡ്, അതായത് ഇതിൽ ഭേദഗതികൾ വരുത്താൻ പറ്റും. ഓക്കെ, അപ്പം പക്ഷേ അത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ബേസ്ഡ് ആയിരിക്കണം. അതായത് നമ്മുടെ അടിസ്ഥാന വാല്യൂസിനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടാവാൻ പാടില്ല. അടുത്തത്, ദീസ് റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ. ഓക്കെ, ജസ്റ്റീഷ്യബിൾ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനി പേഴ്സൺ, ഇൻഡിവിജ്വൽ ഓർ ഫോറിൻ പേഴ്സൺ, ഇതിനകത്ത് ആരും ആവാം, സിറ്റിസൺ മാത്രമല്ല. നമുക്കറിയാം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ മുമ്പിലോട്ട് പഠിക്കും നമുക്ക് മനസ്സിലാവും. ഇത് ഇന്ത്യൻ സിറ്റിസൺസിന് വേണ്ടി മാത്രമല്ല, ഇവിടെ വരുന്നൊരു ഫോറിൻ സിറ്റിസനും ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ചിലതൊക്കെ ബാധകമാണ്. എല്ലാ റൈറ്റ്സും ഇല്ല, ചിലതൊക്കെ. അത് പ്രകാരം നമ്മളതെല്ലാം പഠിക്കുന്നതായിരിക്കും. സോ ആ ഒരു നോളജ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ദ പേഴ്സൺ, അതായത് എല്ലാ വ്യക്തികൾക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ബീങ് എ സിറ്റിസൺ ഓർ നോട്ട്. സോ നമുക്ക് പറയാൻ വന്നത് എന്ന് വെച്ചാൽ, റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ ഒരു വ്യക്തിക്ക് കോടതിയെ സമീപിക്കാൻ പറ്റുകയും അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയാണ് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഒരു ഫീച്ചർ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ദീസ് റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ. നമുക്കിത് വയലേറ്റ് ഉണ്ടായാൽ കോടതിയെ സമീപിക്കാൻ പറ്റും. നാലാമത് പറയുന്നത് സസ്പെൻഷൻ ഓഫ് റൈറ്റ്സ്. അതായത് നമുക്കറിയാം ചില എമർജൻസീസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യുദ്ധം നടക്കുമ്പോൾ, ഇപ്പം നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധമൊക്കെ നടക്കുമ്പോൾ ആ രാജ്യത്ത് എമർജൻസി ഡിക്ലെയർ ചെയ്യും എന്ന് പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തും ഒരു എമർജൻസി, നമുക്കറിയാം 3 തരം എമർജൻസി ഒരു രാജ്യത്ത് സംഭവിക്കാം. ഒന്ന് നാഷണൽ എമർജൻസി, പിന്നെ സ്റ്റേറ്റ് എമർജൻസി, പിന്നെ ഫിനാൻഷ്യൽ എമർജൻസി. അപ്പം എമർജൻസി ഉള്ള സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇതുവരെ 2 എമർജൻസിയെ സംഭവിച്ചിട്ടുള്ളൂ. അത് 2 എമർജൻസി അല്ല, ഇന്ത്യയിൽ ഇതുവരെ നാഷണൽ എമർജൻസിയും സ്റ്റേറ്റ് എമർജൻസികളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഫിനാൻഷ്യൽ എമർജൻസി ഇതുവരെ നമുക്ക് അഭിമുഖീകരിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അപ്പം ഈ സ്റ്റേറ്റ് എമർജൻസി, നാഷണൽ എമർജൻസി വരുമ്പോഴും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള 4 ഫീച്ചേഴ്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ 4 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ നോക്കണം, ഒന്ന് ഇത് പ്രൊട്ടക്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ദീസ് ആർ നോട്ട് പെർമനൻറ്റ് ഓർ അബ്സല്യൂട്ട്. പിന്നെ പറയുന്നത് റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ ആണ്, സസ്പെൻഷൻ ഓഫ് റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസീസ്. പിന്നെ നമ്മൾ ഏറ്റവും മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഒരു അമെൻമെൻറ്റ് ക്യാരി ഔട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ചെയ്യാൻ പാടില്ലെന്ന് പറയപ്പെടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ബേസിക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു ദ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഷ്രൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നിങ്ങൾ ഈ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 3 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ചെറുപ്പം മുതലേ നമുക്കറിയാം, ചെറു ക്ലാസ്സുകളിലൊക്കെ നമുക്ക് നമ്മുടെ NCERT അല്ലെങ്കിൽ സ്റ്റേറ്റ് ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം ഒരു തുടക്കം നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള രണ്ട് പേജുകളിലായിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യും. കാരണം ഇത് എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട ബേസിക് മൗലിക അവകാശങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇത് ചെറു ക്ലാസ്സുകൾ തൊട്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ ഈ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിങ്ങൾ ചെറുപ്പം മുതലേ കാണുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി, 2 റൈറ്റ് ടു ഫ്രീഡം, 3 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, 4 റൈറ്റ് ടു റിലീജിയൻ, 5 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇതാണ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പം ഓരോന്നായിട്ടായിരിക്കും നമ്മൾ വരുന്ന ക്ലാസ്സുകളിലെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് കണ്ടു, റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഈ പറഞ്ഞ പർട്ടിക്കുലർ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾസിനെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു ബ്രോഡർ സെൻസിൻ്റെ, എന്നൊരു വൈഡ് സെൻസിൻ്റെ അണ്ടർ വരുന്ന ആർട്ടിക്കിൾസ്. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ ആർട്ടിക്കിളായിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ടു ഇക്വാലിറ്റിയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം എന്താണ് റൈറ്റ് ടു ഇക്വാലിറ്റി?
ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. ഇതാണ് ഒറ്റ വാക്കിൽ നമ്മൾ റൈറ്റ് ടു ഇക്വാലിറ്റിയെ പറ്റി പറയുവാണെങ്കിൽ. അതായത് ഇറ്റ് ട്രീറ്റ്സ് ഓൾ പീപ്പിൾ ദ സെയിം ഇൻ ദ ഐസ് ഓഫ് ലോ. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാ വ്യക്തികളെയും, രാജാവെന്നോ പ്രജയെന്നോ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നോ സിറ്റിസൺ എന്നോ ഇല്ല, എല്ലാവരെയും നിയമത്തിൻ്റെ മുമ്പിൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ബേസിക് ആയിട്ട് പറയുന്നത്. ഈ ഒരു ആർട്ടിക്കിളിനെ 2 പാർട്ടായിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒന്നാമത് പറയുന്ന പാർട്ടിനകത്ത് പറയുകയാണെങ്കിൽ വിച്ച് സ്റ്റേറ്റ്സ് ആൻഡ് കമാൻഡ്സ് ദ സ്റ്റേറ്റ് നോട്ട് ടു ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ. ഒന്നാമത് പറയുന്ന റെക്കമെൻഡേഷൻ സ്റ്റേറ്റിനോടാണ്. ഒരു വ്യക്തിയെയും ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഒരു വ്യക്തിയെയും വിച്ച് സ്റ്റേറ്റ് ആൻഡ് കമാൻഡ്സ് സ്റ്റേറ്റ് നോട്ട് ടു ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ. ഒന്ന് പറയുന്ന റെക്കമെൻഡേഷൻ സ്റ്റേറ്റിനോടാണ്. എന്താണ്? ഒരു വ്യക്തിയെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, ഇക്വാലിറ്റി, എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് സ്റ്റേറ്റിനോട് ഈ പറയുന്ന ആർട്ടിക്കിൾ റെക്കമെൻഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താണ് പറയുന്നത്? അനദർ പാർട്ട് ഓഫ് ഇറ്റ് ഓൾസോ കമാൻഡ്സ് സ്റ്റേറ്റ് നോട്ട് ടു ഡിനൈ ദ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നമ്മൾ ഒരാൾക്ക് ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല, ഇക്വാലിറ്റി അണ്ടർ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഈക്വലി. അല്ലാതെ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിന് മാത്രം പ്രൊട്ടക്ഷനും ബാക്കി വരുന്ന സാധാരണപ്പെട്ടവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ലായ്മയും അല്ല ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. സോ നിയമം പറയുന്നത് എന്താണ്? സ്റ്റേറ്റിനോട് ഓൾ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി, എല്ലാവരും നിങ്ങൾ ഒരേപോലെ തന്നെ കാണുകയും എല്ലാവർക്കും ഒരേ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ബേസിക് ആയിട്ടുള്ള റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ഫീച്ചർ ഫുൾഫിൽ ആവുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ താഴത്തെ ബുള്ളറ്റഡ് പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷനകത്ത് നമുക്കറിയാം 6 ക്ലോസുകളാണ്. നിങ്ങൾ ഈ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 6 ക്ലോസ്, 15 ക്ലോസ് 1, 15 ക്ലോസ് 2, 3, 4, 5, 6, 6 ക്ലോസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഒരു സ്റ്റേറ്റിനോട് ഭരണഘടന പറയുന്ന ഒരു ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫീച്ചറാണ് നോ വൺ ഷുഡ് ബി ഡിസ്ക്രിമിനേറ്റഡ്. ആരെയും വേറെ കൃത്യത്തിൻ്റെ പുറത്ത് ട്രീറ്റ് ചെയ്യല്ല. അതുകൊണ്ടാണ് 15 ക്ലോസ് 1 എന്താണ് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് വളരെ മനോഹരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ദ ഗ്രൗണ്ട് ഓൺലി ടു റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഓർ എനി ഓഫ് ദം. ഒരു വ്യക്തിയെയും നമ്മൾ നിറത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ അദ്ദേഹത്തിൻ്റെ ജെൻഡറിൻ്റെ പേരിലോ പ്ലേസ് ഓഫ് ബർത്തിൻ്റെ പേരിലോ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് മൗലികാവകാശത്തിൽ പറയുന്നത്. രണ്ടാമത്തേതിനകത്ത് എന്താണ് പറയുന്നത്? നോ പേഴ്സൺ ഷാൽ ബി സബ്ജക്റ്റഡ് ടു എനി ഡിസേബിലിറ്റി, ലയബിലിറ്റി, റെസ്ട്രിക്ഷൻ ഓർ കണ്ടീഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓൺലി ഓഫ് റിലീജിയൻ, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് റിഗാർഡിംഗ് ദ ഫോളോയിങ്. അതായത് ഒരു വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ ഏതൊരു ഡിസേബിലിറ്റിയോ എന്ത് ഫീച്ചറിലാണെങ്കിൽ പോലും ഒരു പബ്ലിക് സ്പേസ് ആക്സസ് ചെയ്യാനോ ഒരു റെസ്റ്റോറൻറ്റ് ആക്സസ് ചെയ്യാനോ നമ്മൾ പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുന്ന എന്തും ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ ഡിനൈ ചെയ്യല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ആർട്ടിക്കിൾ 15 ക്ലോസ് 1 ഒരു സ്റ്റേറ്റിനോടാണ് പറയപ്പെടുന്നത്. അതായത് ഒരു സ്റ്റേറ്റിനോട് നിയമം പറയുകയാണ് ഒരു വ്യക്തിയെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല. ഈ പറയുന്ന മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ? റേസ്, റിലീജിയൻ, കാസ്റ്റ്, സെക്സ്. രണ്ടാമത്തെ ഡിസ്ക്രിമിനേഷൻ ആർക്കാണ് നിർദ്ദേശം കൊടുക്കുന്നത്? ജനങ്ങൾക്കാണ്. ഒരു വ്യക്തിയും വേറൊരു വ്യക്തിയുടെ ഡിസേബിലിറ്റിയിലോ ഡിസേബിലിറ്റിയിലോ അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ വെക്കുകയോ ഒരു പബ്ലിക് സ്പേസ് യൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പബ്ലിക് സ്പേസിൽ ഒരുമിച്ച് ഗ്യാദർ ചെയ്യുന്നതിനോ യൂസ് ചെയ്യുന്നതിനോ ഒന്നും ഒരിക്കലും നമ്മൾ തന്നെ റെസ്ട്രിക്ഷൻ വെക്കരുത്. കാരണം നമുക്കറിയാം ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ, എസ്പെഷ്യലി കേരളം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ പണ്ടുണ്ടായിരുന്ന ജാതി വ്യവസ്ഥകൾ, പബ്ലിക്കായിട്ട് കുടിവെള്ളം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ കിണറുകളൊക്കെ എല്ലാ ജാതിയിലുള്ളവർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം അഖണ്ഡന്മാരും ഈ ജാതിയുടെ ഹയർ കാസ്റ്റിന് മാത്രം യൂസ് ചെയ്യാവുന്ന പലതരത്തിലുള്ള ഫീച്ചർ, നടപ്പാതകളാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മൾ കുടിവെള്ളം പോലും എല്ലാവർക്കും ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം നിയമം ഈ പറയുന്ന സോഷ്യൽ സ്റ്റിഗ്മാസ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിനെല്ലാം പ്രോഹിബിറ്റ് ചെയ്ത് ആർട്ടിക്കിൾ 15 ഈ പറഞ്ഞ ക്ലോസസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 15 ക്ലോസ് 1 എന്തെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനോട് റെക്കമെൻഡ് ചെയ്യുകയാണ്
ഒരു സിറ്റിസനെയും ഒരു കാരണത്താൽ മേൽപ്പറഞ്ഞ കാരണത്താൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ലെന്നുള്ളത്. രണ്ടാമത്തെ ഓരോ വ്യക്തികളോടും പറയുകയാണ്, നിങ്ങളും നിങ്ങളുടെ ഫെലോ സിറ്റിസൻസിനെ ഒരു തരത്തിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല ഈ പറയുന്ന കാരണത്താൽ. അതായത് അവർക്ക് പബ്ലിക് സ്പേസ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ റോഡ്, ടാങ്ക്, വാട്ടർ ടാങ്ക്, യൂസ് ഓഫ് വാൾസ് ഇതെല്ലാം യൂസ് ചെയ്യാൻ ഒരിക്കലും ഡിസ്ക്രിമിനേഷൻ്റെ ബേസിലാവില്ല. എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണമെന്നാണ് ഈ പറയുന്ന ആർട്ടിക്കിളിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. മൂവിങ് ഓൺ ടു 15 Clause 3 മുതൽ 6 നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഏതൊരു നിയമത്തിനകത്തും എക്സെപ്ഷൻസ് കാണും. ഓക്കെ, നിങ്ങൾ പലരും ഈ ഒരു വേർഡ് ഫെമിലിയർ ആയിരിക്കും. ഫെമിലിയർ അല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. എക്സെപ്ഷൻസ് എന്ന് വെച്ചാൽ ചില ഇളവുകൾ കാണും. നിയമം അസെറ്റീസ് നമ്മൾ നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ആണെന്ന് തോന്നുമെങ്കിലും പല സമയത്തും കുറേ എക്സെപ്ഷൻസ് ഇതിനകത്ത് റൺ ചെയ്യും. അപ്പം എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രൊഹിബിഷൻ ഓൺ ഡിസ്ക്രിമിനേഷൻ ആണ്. ഡിസ്ക്രിമിനേഷൻ വെച്ചാൽ വേറുകൃത്യം ചെയ്യാൻ പാടില്ല എന്ന് നിയമം പറയുമ്പോഴും ഓൺ ദ അതർ സൈഡ് നിയമം ചില കാര്യങ്ങളിൽ പോസിറ്റീവായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ, നെഗറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ സിമ്പിളാണ്. പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ചില ബെനിഫിറ്റിന് വേണ്ടി, സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടി തന്നെ ചില ഇളവുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ. നെഗറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ തുറക്കത്തിൽ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ സ്റ്റേറ്റ് ഇപ്പം പറയുകയാണ് ഇന്ന ജാതിയിലുള്ളവർക്ക് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പർട്ടിക്കുലർ ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റൂ എന്നൊക്കെ അപേക്ഷിക്കാൻ എന്ന് വെച്ചാൽ ഹയർ കാസ്റ്റിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ എന്നൊക്കെ പറയുന്നൊരു നെഗറ്റീവ് ഡിസ്ക്രിമിനേഷനാണ്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് 3 തരത്തിലുള്ള ഇതിനകത്തെ എക്സെപ്ഷൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് പറയുന്ന ഒന്നാമത്തെ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊവിഷനകത്ത് 3 എക്സെപ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പ്രൊവിഷൻ ടു വുമൺ ആൻഡ് ചിൽഡ്രൻ ആണ്. നമുക്കറിയാം സ്ത്രീകളും കുട്ടികളും ഏറ്റവും മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ സമൂഹത്തിൽ. നമ്മളൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. എന്ന് വെച്ചാൽ പുരുഷ മേധാവിത്വമാണ് എല്ലാ മേഖലകളിലും കൂടുതലുള്ളത്. ഫാമിലി തൊട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഗവൺമെൻറ് വരെ നോക്കുവാണെങ്കിൽ ഒരു മെയിൽ ഡോമിനൻസ് ആണ്. അപ്പം എപ്പോഴും സ്ത്രീ എന്നുള്ള അല്ലെങ്കിൽ കുട്ടികൾ എന്നുള്ളത് മാർജിനലൈസ്ഡ് ആണ്. അവർക്ക് ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ അവർ ഒത്തിരി ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവസരങ്ങൾ വളരെയധികം നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള രീതിയിൽ തന്നെ നിയമം പറയുന്നുണ്ട് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഈ പറയുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല, അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി. അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മൾ ഈ ലോക്കൽ ബോഡീസ് ഇലക്ഷനൊക്കെ നോക്കുവാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി റിസർവേഷനൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം തന്നെ നമ്മൾ ഏറ്റവും ലാൻഡ്മാർക്കായിട്ട് പറയുവാണെങ്കിൽ വുമൺ റിസർവേഷൻ ബില്ല് പോലും ഇതിനെ ആസ്പദമാക്കി തന്നെയാണ്. കാരണം 33% പാർലമെൻറ്റിലൊക്കെ ഇനി സ്ത്രീകളുടെ പങ്കാളിത്തം കൂടും. അപ്പം വുമൺ പാർട്ടിസിപ്പേഷൻ കൂടുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള രീതിയിൽ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരിക്കലും ആർട്ടിക്കിൾ 15 വൈലേഷൻ അല്ല. അതിനെ നിയമം കൊടുത്തിരിക്കുന്ന ഒരു എക്സെപ്ഷൻ്റെ പോളിസിയിൽ അണ്ടറിൽ വരുന്ന ഒരു ഫീച്ചറാണ്. രണ്ടാമത് നമ്മൾ നോക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു പ്രൊവിഷനാണ്. രണ്ടാമത്തെ ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഫോർ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് പീപ്പിൾ ഓർ ഫോർ SC ആൻഡ് ST. സോഷ്യലിയും എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് റിസർവേഷനും ഫീസ് കൺസെഷനും അവർക്ക് വേണ്ടി സ്പെഷ്യൽ കോട്ടയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം എന്തിനു വേണ്ടിയാണ്? അപ്ലിഫ്റ്റ്മെൻ്റ് ആണ്. സൊസൈറ്റി ആസ് എ ഹോൾ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളൊരു ഐഡിയോളജിയുടെ പുറത്താണ് ഈ പറയുന്ന റിസർവേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. മൂന്നാമത് പറയുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, ദാറ്റ് ഈസ് SC ആൻഡ് ST കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവരുടെ ബെറ്റർമെൻറ്റ് ലൈഫിന് വേണ്ടി സ്പെഷ്യൽ പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോലും ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനല്ല, പ്രൈവറ്റായിട്ട് ഏതെങ്കിലും വ്യക്തി റൺ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനല്ല SC ST വിഭാഗത്തിലുള്ളൊരു കുട്ടിക്ക് പഠിക്കാൻ അവസരം നിഷേധിക്കാൻ പാടില്ല. അവർക്ക് വിത്ത് കൺസെഷൻ വിത്ത് റിസർവേഷനോടെ സീറ്റ് ആപ്ലിക്കബിൾ ആണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പല മൗലികാവകാശങ്ങളും അറിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മളിത് പലതും ക്ലെയിം ചെയ്യാൻ പറ്റാതെ പോകുന്നത്. സോ ഈ 3 എക്സെപ്ഷൻസ് ആണ് ഇതിനകത്ത് പറയപ്പെടുന്നത്. ഒന്ന് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ വുമൺ ആൻഡ് ചിൽഡ്രൻ, 2 സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഫോർ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, പിന്നെ എന്താണ് ബെറ്റർമെൻറ്റ് ഓഫ് സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ബൈ മേക്കിംഗ് സോഷ്യൽ പ്രൊവിഷൻസ്. ഈ 3 പ്രൊവിഷൻസ് ആണ് ഇതിനകത്ത് പറയപ്പെടുന്നത്. ഇനിയിപ്പം നമുക്ക് അടുത്തത് ആർട്ടിക്കിൾ 16 എന്ന് പറയുന്ന ആർട്ടിക്കിളിലോട്ട് പോവാം. ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് സിമ്പിളായി നമ്മൾ ടൈറ്റിൽ പറയുകയാണെങ്കിൽ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. തൊഴിൽ മേഖലകളിൽ
ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്ന് പറയപ്പെടുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. ഓക്കെ, ആർട്ടിക്കിൾ 16ന്റെ തുടക്കം തന്നെ പറയുന്നൊരു മെയിൻ ഫീച്ചറാണ് ദിസ് ആർട്ടിക്കിൾ പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഇൻ എനി മാനർ and secures the citizen from every sort of discrimination by the state on the ground of religion, caste, sex, place of birth or any of them. അതായത് ഒരു വ്യക്തിയുടെ ഓപ്പർച്യൂണിറ്റി, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഒരിക്കലും ഡിസ്ക്രിമിനേറ്റഡ് ബേസിലാവാൻ പാടില്ലെന്നും ആൻഡ് ഓൾ ഷുഡ് ബി ഗിവൺ, മെയിലോ ഫീമെയിലോ തേർഡ് ജെൻഡറോ എവറി വൺ ഷുഡ് ബി ഗിവൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അല്ലാതെ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജോബ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്ത് ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ മെയിൽ എന്ന് പറഞ്ഞു വരുമ്പോൾ അതൊരു ഡിസ്ക്രിമിനേഷനാണ്, അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കളയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏതൊരു പോസ്റ്റിന് അപേക്ഷിക്കുമ്പോഴും എല്ലാ വ്യക്തികൾക്കും അതിൽ അപേക്ഷിക്കാൻ ഒരു അധികാരം നിയമം കൊടുത്തിരിക്കുന്നത്, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 16 ക്ലോസ് 1 എന്താ പറയുന്നത്? ഇറ്റ് ഗ്യാരണ്ടീസ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ സിറ്റിസൺസ് ഇൻ മാറ്റർ ഓഫ് എംപ്ലോയ്മെന്റ് ഓർ അപ്പോയിൻമെന്റ് ടു എനി പോസ്റ്റ് അണ്ടർ ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ ഏതൊരു പോസ്റ്റിലും എല്ലാ സിറ്റിസൺസിനും അപ്ലൈ ചെയ്യാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 16 ക്ലോസ് 1 പറയുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 16 ക്ലോസ് 2. ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് നോ സിറ്റിസൺ ഓൺ ഗ്രൗണ്ട്സ് ഓൺലി ടു റിലീജിയൻ, കാസ്റ്റ്, സെക്സ്, റേസ്, ഡിസെന്റ്, പ്ലേസ് ഓഫ് ബർത്ത്, റെസിഡൻസ് ഓർ എനി ഓഫ് ദം ബി ഇൻഎലിജിബിൾ ഫോർ ഓർ ഡിസ്ക്രിമിനേറ്റഡ് അഗെയിൻസ്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് എനി എംപ്ലോയ്മെന്റ് ഓർ ഓഫീസ് അണ്ടർ ദ സ്റ്റേറ്റ്. മേൽ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തിയും ഈ പറയുന്ന ഫീച്ചേഴ്സ്, റിലീജിയനോ കാസ്റ്റോ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒറിജിൻ ബേസ് ചെയ്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാസ്റ്റോ ഇതൊന്നും കൺസിഡർ ചെയ്ത് അദ്ദേഹത്തെ ഇൻഎലിജിബിൾ ആക്കാൻ പറ്റില്ല. അതെല്ലാം ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമാണ്. സോ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ വ്യക്തികൾക്കും ഓപ്പൺ ആയിരിക്കുകയും ഈക്വൽ അവസരം പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം എന്നാണ് ആർട്ടിക്കിൾ 16 ക്ലോസ് 2 പറയപ്പെടുന്നത്. അപ്പം നമ്മുടെ ആദ്യം പറഞ്ഞിരിക്കുന്ന 16 ക്ലോസ് 1 ഉം 2 എന്ന് പറയുന്നത് എന്താണ്? The clauses of 1 and 2 of Article 16 lay down the general rule of opportunity or appointment under the state and that no citizen can be discriminated against or ineligible for any employment or office under the state on the grounds mentioned above. So ഈ രണ്ട് ക്ലോസിനകത്ത് പറയുന്നത് വെച്ചാൽ ഒരു വ്യക്തിയും നമ്മൾ മേൽ പറഞ്ഞ ഗ്രൗണ്ട്സിൻ്റെ പേരിൽ ഒരിക്കലും ഡിസ്ക്രിമിനേഷനോ ഓപ്പർച്യൂണിറ്റി ഡിനേ ചെയ്യാനോ പാടില്ലെന്നാണ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിക്കിൾ 15 തന്നെ ഇതിനകത്തും ചില പോസിറ്റീവ് എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 16 ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുമ്പോഴും അതിനകത്തും കുറച്ച് എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് 16 ക്ലോസ് 3 ആണ്. ഇറ്റ് അലോസ് ഫോർ മേക്കിംഗ് പ്രൊവിഷൻസ് ഇൻ ഗവൺമെന്റ് അപ്പോയിൻമെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു റെസിഡൻസ് നോട്ട് പ്ലേസ് ഓഫ് ബർത്ത്. ദ പാർലമെന്റ് can prescribe residence within a state or union territory as a condition for certain employment or appointment. അതായത് നമുക്കറിയാം ചില തസ്തികയിൽ നമ്മൾ ആ ജോബ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൽ വെൽ മെൻഷൻഡ് ആയിരിക്കും ഈ പറയുന്ന ജോലി ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഈ പറയുന്ന സ്റ്റേറ്റിലുള്ളവർക്ക് വേണ്ടി മാത്രം എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ പറ്റുന്നത്? ഇന്ത്യ ആസ് എ ഹോൾ എന്നുള്ള രീതിയിലല്ലേ നിയമം വരുന്നത്. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 16 വയലേഷൻ ആണോ? അല്ല. കാരണം ഇതൊരു പോസിറ്റീവ് ഒരു എക്സെപ്ഷൻ, ഒരു ഓപ്പർച്യൂണിറ്റി, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണം ഈ ഒരു ഡിസ്ക്രിമിനേഷനെ. കാരണം എന്താണ്? ചില നിയമം, ചില പോസ്റ്റുകൾ, ചില തസ്തികകളൊക്കെ അവിടുത്തെ ലോക്കലി ഡൗൺഗ്രേഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോക്കലി അഫക്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി അവരുടെ അപ്ലിഫ്റ്റിന് വേണ്ടി ഗവൺമെൻറ് ഇറക്കുന്ന ചില തസ്തികകളായിരിക്കും. അപ്പം അവിടെ വർക്ക് ചെയ്യേണ്ടവർ എന്ന് പറഞ്ഞാൽ ആ ലോക്കൽ നേറ്റീവ്സിനെ അറിയാവുന്നത്, അവരുടെ ലോക്കൽ ഭാഷ അറിയാവുന്നവരും ഉള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് 16 ക്ലോസ് 3 പോലത്തെ ആർട്ടിക്കിൾസ് എനാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിൻ്റെ ചില ഗ്രാമപ്രദേശങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വേണ്ടി ഒരു പോസ്റ്റാണ് നമ്മളിപ്പം സർക്കാർ നിയമിക്കുന്നത് വിചാരിച്ചു. ഇപ്പം ഡൽഹിയിൽ ജീവിക്കുന്ന ഒരാൾ ഇവിടെ വന്നാൽ മലയാളം സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. ഇവരുടെ കൾച്ചറും കാര്യങ്ങളും ഡയറ്റും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിലും എന്താണ്, സർക്കാരിന് ചില നിയമങ്ങൾ ഇറക്കാൻ പറ്റും. ചില പർട്ടിക്കുലർ സ്റ്റേറ്റിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ലാംഗ്വേജ് അറിയാവുന്നവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് അവകാശപ്പെടുന്നതിൽ തെറ്റില്ല എന്നാണ് 16 ക്ലോസ് 3 പറയപ്പെടുന്നത്. മൂവിങ് ഓൺ ടു 16 ക്ലോസ് 4 and 4A. അപ്പം നിങ്ങളിപ്പം നിങ്ങളിപ്പം വിചാരിക്കുന്നത് ഇതെന്താണ് 16 ക്ലോസ് 4 4 ക്യാപിറ്റൽ എയും കൊടുത്തിരിക്കുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട് അല്ലേ. ഇതിൽ ഭേദഗതികൾ വരുത്താം, അല്ലെ റിപ്പീൽ ചെയ്യാം. ഈ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലത്തെ സബ്ജക്ട്സ് പഠിക്കുമ്പോൾ എന്തെങ്കിലും ക്യാപിറ്റൽ ലെറ്റേഴ്സ്
ഇപ്പം 16A 16B C എന്ന് പറയുന്ന ഓരോ ആൽഫബറ്റ്സ് എവിടെയൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇതെല്ലാം അമെൻമെന്റ് ചെയ്തിരിക്കുന്നതാണ്, അല്ലെ ഭേദഗതികൾ കാലക്രമേണ കാലത്തിന്റെ അനുസരണം ഭേദഗതികൾ നടത്തിയിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പോൾ 16 Clause 4 പറയുന്നത് എന്തെന്ന് വെച്ചാൽ റിസർവേഷനെ പറ്റിയാണ്. നമുക്കറിയാം ഇന്ത്യ പോലത്തെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു ജനറേഷൻ ഡിബേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈസ് റിസർവേഷൻ ആൻ എസെൻഷ്യൽ ക്രൈറ്റീരിയ അണ്ടർ ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളൊരു ചോദ്യം നമ്മളെല്ലാവരും പലപ്പോഴും ഡിബേറ്റ്സിലും ആർട്ടിക്കിൾസിലും എല്ലാം വായിക്കുന്നതാണ്. റിസർവേഷൻ കൊണ്ട് എന്താണ് രാജ്യം ഉദ്ദേശിക്കുന്നത്? റിസർവേഷൻ എല്ലാവർക്കും ബാധകമല്ല, പിന്നെ എന്തിനാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാവർക്കും ബാധകമല്ല, പിന്നെ എന്തിനാണ് കുറച്ച് പേരെ മാത്രം സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്നുള്ള ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ്. അപ്പം റിസർവേഷനെ പറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരിടത്തും സ്പെഷ്യലായിട്ട് പരാമർശിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ക്ലോസിനകത്താണ് ആദ്യമായി കോൺസ്റ്റിറ്റ്യൂഷൻ റിസർവേഷൻ കുറച്ച് പേരെ കൺസിഡർ ചെയ്യണം എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നത്. അപ്പം എന്താണ് 16 Clause 4 4A ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, എസ്പെഷ്യലി ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ ഇവർക്ക് അഡ്യൂക്കേറ്റ് ആയിട്ട് റെപ്രസെൻറ്റേഷൻ ഒരു സ്റ്റേറ്റിൽ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരുടെ റെപ്രസെൻറ്റേഷൻ ഒരു സ്റ്റേറ്റിൽ ഇല്ലെങ്കിൽ അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇവർക്ക് ചില സ്പെഷ്യൽ പ്രൊവിഷൻസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം എന്നുള്ളതാണ്. പ്രൊവിഷൻസ്, അതായത് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്രൊവിഷൻസ് അഡോപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ പറഞ്ഞ 2 ക്ലോസുകളിനകത്ത് പറയപ്പെടുന്നത്. ഇത് മനസ്സിലാവണമെങ്കിൽ 16 Clause 4 4A നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്നുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. നമുക്കറിയാം ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് പലതരം കാസ്റ്റുള്ള ആൾക്കാരുണ്ട്, പല ഭാഷ സംസാരിക്കുന്നവരുണ്ട്, പല കമ്മ്യൂണിറ്റിയിലുള്ളവരുണ്ട്, അല്ലേ? അപ്പം നമ്മുടെ രാജ്യത്ത് ഓരോ കമ്മ്യൂണിറ്റിയുടെ ആവശ്യം എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കുന്നത് പലപ്പോഴും നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ഒരു ഗവൺമെൻറ് ഫോം ചെയ്തപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് പേരെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നും ഷെഡ്യൂൾഡ് ട്രൈബ് എന്നും അതർ ബിലോ കാസ്റ്റ് എന്നും മൈനോറിറ്റീസ് എന്നുള്ള രീതിയിൽ പല ടാഗ് ലൈനിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 1979 മൊറാർജി ദേശായി ഗവൺമെൻറ്റിൻ്റെ സർക്കാർ ഇരിക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനെ BP മണ്ഡൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചെയർമാൻഷിപ്പ് അണ്ടറിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഒരു കമ്മീഷൻ വെച്ചാൽ ഒരു ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തു. എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ OBC ആയിട്ടുള്ള അതർ ബിലോ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി അവരുടെ അഡ്വാൻസിന് വേണ്ടി അവരുടെ ബെനിഫിറ്റിന് വേണ്ടി കുറച്ച് മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ കമ്മീഷനെ രൂപീകരിക്കുകയും ചെയ്തു. കമ്മീഷൻ്റെ പഠനത്തിന് ശേഷം അവർ കണ്ടെത്തിയൊരു ഐഡൻറ്റിഫൈ ചെയ്തൊരു ഫാക്ടറായിരുന്നു ഇന്ത്യയിലെ 3743 ക്ലാസ്സസ് സോഷ്യലി ആൻഡ് എഡ്യൂക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഇതെല്ലാം OBC അണ്ടറിൽ വരുന്നവരാണ്. 3743 ക്ലാസ്സസ് ഓഫ് പീപ്പിളിനെ OBC അണ്ടറിൽ വളരെ എഡ്യൂക്കേഷണലിയും എക്കണോമിക്കലിയും സോഷ്യലി ബാക്ക്വേർഡായിട്ട് കൺസിഡർ ചെയ്തു. നിയർലി നമ്മൾ നോക്കുമ്പോൾ 52% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷനെയാണ് അന്ന് ഇവർ സ്റ്റഡി നടത്തിയത്. ഇതിനകത്ത് SC/ST വരുന്ന കമ്മ്യൂണിറ്റി അവർ കൗണ്ട് ചെയ്തിട്ടില്ല, കാരണം അവർക്ക് ഓൾറെഡി റിസർവേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കമ്മീഷൻ്റെ ഭാഗമായിട്ട് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു എന്താണ്, നമ്മൾ 16 Clause 4A നമ്മൾ എന്താണ് പറഞ്ഞത്, ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ടുള്ള SC/ST അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കമ്മീഷൻ എന്താണ് പറഞ്ഞത്? കമ്മീഷൻ പറഞ്ഞു 27% ഗവൺമെൻറ് ജോബ്സ് ഫോർ OBCs ഷുഡ് ബി റിസർവ്ഡ് എന്നുള്ള രീതി പറഞ്ഞു. സോ ഇൻ ടോട്ടൽ എത്ര ആയിരിക്കണം എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ OBCക്കുള്ള 27%, SC/ST നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലേ? SC/STയും OBCയും എല്ലാം കൂടെ കൺസിഡർ ചെയ്ത് 50% ഗവൺമെൻറ് ജോബ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദീസ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു. അപ്പം എന്താണ് 50%? നമ്മൾ വിചാരിക്കും എന്താണ് ഈ 50% എന്നുള്ളൊരു കണക്ക് വരാൻ കാരണം? അതിന് കാരണം എന്ന് പറഞ്ഞാൽ 1963 സുപ്രീം കോടതിയിലെ ഒരു നിയമമുണ്ട്. അതായത് ഒരിക്കലും റിസർവേഷൻ ഒരു ജോബിൽ ഒരു വർഷം 50% മുകളിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ധർമ്മപ്രധാനമായിട്ടൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് തന്നെയാണ് ഇവരിതിനകത്ത് പറഞ്ഞത് എന്താണ്, 27% ജോബ് OBCക്കകത്ത് ഉള്ള ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത്. കാരണം അവർ വളരെ ബാക്ക്വേർഡായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ SC/ST ഉള്ള ആൾക്കാർക്ക് വേറെ 23% വേറെയും വരും. അപ്പോൾ മൊത്തം കൂടെ എത്രയാണ്? 50%.
സോ 27% റിസർവേഷൻ ഷുഡ് ബി ഗിവൺ ടു OBC കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി ഇൻ ഗവൺമെൻറ് സെക്ടർ ജോബ്സ്. ഇതായിരുന്നു ഇതിനകത്ത് അവകാശപ്പെട്ടത്. ആയതിൻ്റെ പുറത്താണ് 16+4 എന്നുള്ള ഒരു ഇത് വരുന്നത്. അപ്പോൾ 16+4 അമെൻഡ് ചെയ്യപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് എന്തിൻ്റെ പേരിലാണ് അമെൻഡ് ചെയ്തതെന്നുള്ളതാണ് നിങ്ങളെ അടുത്തത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പിക്ചറിനകത്ത് നിങ്ങൾക്കറിയാം ഇന്ദിരാ ഷേണായി ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു കേസിനെ പറ്റിയാണ് ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. 16+4 വന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. ഇതും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും ഈ കേസും വളരെ നർമ്മപ്രധാനമായിട്ടൊരു കേസുകളാണ്. ഇത് രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം ഇന്ദിരാ ഷേണായുടെ പിക്ചറാണ് നിങ്ങൾ ഈ ഒരു സ്ലൈഡിനകത്ത് കാണുന്നത്. ഈ കേസിനകത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ, ക്ഷമിക്കുക, അതിന് ഒരു പോയിന്റ് ഇവിടെ മിസ് ഔട്ടായി. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ് 27% ജോബ് വേണമെന്നുള്ളത്. ഈ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തതിന് 10 വർഷം ശേഷമാണ് VP സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ കാലത്ത്, അവരുടെ സർക്കാരിൻ്റെ സമയത്താണ് ഈ പറയുന്ന പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്ത് 10% റിസർവേഷൻ OBC കമ്മ്യൂണിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയത്. 1980 ഈ റിപ്പോർട്ട് കൊടുത്തതെങ്കിൽ പോലും 1990 OBCക്ക് റിസർവേഷൻ ആപ്ലിക്കബിൾ ആയത്. അപ്പം 10 വർഷം കഴിഞ്ഞ് VP സിംഗ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് പ്രൊവൈഡ് ചെയ്തത്. പക്ഷേ 1991 നരസിംഹറാവു ഗവൺമെൻറ് വന്ന സമയത്ത് അവർ ഈ പറഞ്ഞ സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ടല്ലോ, ഏത് 16+4 ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയെ ഗവൺമെൻറ് ജോബ്സിനകത്ത് 27% റിസർവേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞതിനകത്ത് അവർ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നു സർക്കാർ. അതിനകത്ത് ഒരു ചേഞ്ച് ഇതായിരുന്നു, ഈ OBCക്കകത്ത് തന്നെ ഏറ്റവും പുവറായിട്ടുള്ളവർക്ക് വേണം 27% കൊടുക്കാൻ. എഡ്യൂക്കേഷണലി ആൻഡ് എക്കണോമിക്കലി വീക്കറായിട്ടുള്ള 27% മാത്രമേ OBCക്കകത്ത് ഇത് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. കാരണം OBCക്കകത്തും ക്രീമി ലെയർ ഉണ്ട്, അതായത് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളവരുണ്ട്. അവർക്ക് ഇത് ആപ്ലിക്കബിൾ ആകത്തില്ല, അവർക്ക് ഈ റിസർവേഷൻ ബാധകമാകത്തില്ല. അതിന് പുറമേയുള്ള വളരെ പൂറർ സെക്ഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ 27% OBCക്കകത്ത് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. രണ്ടാമത് പറഞ്ഞ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം 2-3 വർഷം മുമ്പ് വന്ന എക്കണോമിക്കലി EWS എന്ന് പറയും, ഫിനാൻഷ്യലി വീക്കായിട്ടുള്ള സെക്ഷന് വേണ്ടിയുള്ള എക്കണോമിക്കലി വീക്കർ സെക്ഷനായിട്ടുള്ള കമ്മ്യൂണിറ്റി, ജനറൽ കാറ്റഗറിയിലുള്ള എക്കണോമിക്കൽ വീക്കർ സെക്ഷനായിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് 10% റിസർവേഷൻ എന്നുള്ള പോളിസി ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നരസിംഹറാവു സർക്കാരാണ്. അപ്പോൾ ഈ 2 ചേഞ്ചസാണ് ഈ റിസർവേഷനെ പറ്റി അന്ന് നരസിംഹറാവു സർക്കാർ ചേഞ്ചസ് വേണം എന്ന് പറഞ്ഞ് ഒരു ഭേദഗതിക്കായിട്ട് കൊണ്ടുവന്നത്. ഒന്നെന്ന് വെച്ചാൽ എന്താണ്, പൂവറസ്റ്റ് എമോങ് ദ OBC ഷുഡ് ബി ഗിവൺ ദ 27% കോട്ട. പിന്നെ പറഞ്ഞത് 10% റിസർവേഷൻ ഷുഡ് ബി ഗിവൺ ടു എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള നോർമൽ ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാരെയും കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്ന ഇന്ദിരാ ഷേണായി കേസ് വന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ദിരാ ഷേണായി കേസിനകത്ത് ഇവരെന്താണ് ചെയ്തത്, ഇവർ ഈ വന്നിരിക്കുന്ന 2 ഭേദഗതിക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്തത്. സുപ്രീം കോടതി ഇതിനെ പഠിക്കുകയും സുപ്രീം കോടതി പറഞ്ഞ വിധി എന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞ പ്രിഫറൻസ് സുപ്രീം കോടതി ശരിവെച്ചു. അതായത് ഈ ക്രീമി ലെയർ ആയിട്ടുള്ള OBCക്കാർക്ക് റിസർവേഷൻ്റെ ആവശ്യമില്ലെന്നും ഇതിനകത്ത് പൂറസ്റ്റ് എമോങ് ദ OBC ഷുഡ് ബി ഗിവൺ 27% റിസർവേഷൻ എന്നുള്ളത് കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കണം, OBC മാത്രമാണ്. അപ്പോഴും SC/STക്ക് അവരുടെ റൈറ്റ് ഒന്നും വൈലേറ്റ് ആവുന്നില്ല. അവർക്ക് അവരുടെ റിസർവേഷൻ അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 10% റിസർവേഷൻ ഫോർ ജനറൽ കാറ്റഗറി ഓൺ ദ ബേസ്ഡ് ഓഫ് ഫിനാൻഷ്യൽ ക്രൈറ്റീരിയ, അതായത് EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഉള്ളവർക്ക് 10% റിസർവേഷൻ വേണമെന്ന് പറഞ്ഞാൽ അതിനെ കോടതി എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു, തള്ളിക്കളഞ്ഞു. അത് പറ്റില്ല എന്ന് പറഞ്ഞു. അതായിരുന്നു ഈ ഒരു കേസിൻ്റെ പ്രധാനം. എന്നിട്ട് പറഞ്ഞു, ഈ 27% റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പോലും കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. എന്തെന്ന് വെച്ചാൽ, ക്രീമി ലെയറിന് കൊടുക്കാനില്ല, ദേ ആർ എക്സ്ക്ലൂഡഡ്, അവർക്ക് ഇത് ആപ്ലിക്കബിൾ ആവത്തില്ല. ഈ കോട്ട ഷുഡ് നോട്ട് എക്സീഡ് 50%. 1963 പറഞ്ഞ ജഡ്ജ്മെന്റ് ശരിയെന്നുള്ള രീതിയിൽ സുപ്രീം കോടതി പറഞ്ഞു റിസർവേഷനൊക്കെ കൊള്ളാം, 50% മുകളിൽ പോകാൻ പാടില്ല. മൂന്നാമത് പറഞ്ഞത് റിസർവേഷൻ ഇറ്റ് ഈസ് ഓൾസോ, മൂന്നാമത് പറഞ്ഞതാണ് നോ റിസർവേഷൻ ഇൻ പ്രൊമോഷൻ, റിസർവേഷൻ ഷുഡ് ബി കൺഫൈൻ ടു ഇനീഷ്യൽ അപ്പോയിൻമെന്റ്സ് ഓൺലി. അതായത് നിങ്ങളുടെ ഈ അപ്ലിഫ്റ്റ്മെന്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതൊരു റൈറ്റ്, ഒരു ലൈഫ് ടൈം റൈറ്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാനും പാടില്ല. ഒരാൾ ഒരു ഗവൺമെന്റ് ജോബിലോട്ട് അതിന്റെ അഡ്വക്കേറ്റ് നമ്പർ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഭേദഗതിക്ക് അതിന്റെ പ്രശസ്തി കുറയുകയും അതില്ലാതാകുകയും ചെയ്യുമെന്നും സുപ്രീം കോടതി അന്ന് ശരിവെച്ചിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു ആർട്ടിക്കിൾ 16 നമ്മൾ കണ്ട
16 ക്ലോസ് 4ഉം 4A വന്നിരിക്കുന്നത്. 4-നകത്തും 4Aക്കകത്തും പറയുന്നത് എന്താണ്? റിസർവേഷൻ ഓൺ ദ ബേസിസ് ഓഫ് their financial and social stigmas കൺസിഡർ ചെയ്ത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയെ SC/ST കമ്മ്യൂണിറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയുടെ ഭാഗമായിട്ട് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾസ് ആണ് ഈ രണ്ട് ആർട്ടിക്കിൾസും. ഓക്കെ, ഇനി 16 ക്ലോസ് 5ഉം 6ഉം ആണ് വളരെ അടുത്ത മെയിൻ ആയിട്ടുള്ളൊരു എക്സെപ്ഷൻസിനാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ എക്സെപ്ഷൻസ് ആണ്. ആദ്യത്തെ രണ്ടാണ് 16 ക്ലോസ് 1ഉം 2ഉം മാത്രമാണ് ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റിയെ പറ്റി എവരിവൺ ഷുഡ് ബി ഗിവൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമെങ്കിൽ പിന്നെ വരുന്നതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസ് ആണ്. അതിനകത്ത് 16 ക്ലോസ് 5നകത്ത് പറയുന്നൊരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞ ഇതാണ്. നമുക്കറിയാം ചില റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ശബരിമല തന്നെ എടുക്കാം. ഈ പറയുന്ന ശബരിമല അല്ലെങ്കിൽ കേരളത്തിലെ ടെമ്പിൾസ് എല്ലാം ഗവേൺ ചെയ്യുന്ന എന്താണ്? ദേവസ്വം ബോർഡിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴും അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ നടക്കുന്നില്ലയോ? കാരണം ആ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലുള്ളവർ മാത്രമല്ലയോ ഇതിനകത്തൊക്കെ മെമ്പേഴ്സ് ആവുന്നു. അപ്പം അത് കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡേറ്റ് ചെയ്ത് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നൊരു പ്രൊവിഷനാണ്. 16 ക്ലോസ് 5നകത്ത് അതാണ് പറയുന്നത്. ലോ ക്യാൻ പ്രൊവൈഡ് ദാറ്റ് ദ ഇൻക്യൂംബന്റ് ഓഫ് ആൻ ഓഫീസ് റിലേറ്റഡ് ടു എ റിലീജിയസ് ഓർ denominational institution or a member of its governing body should belong to the particular religion or denomination. ആ പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്ക് മാത്രമാണ് അത് ആപ്ലിക്കബിൾ ആവുന്നത്. എന്ന് വെച്ചാൽ വേറൊരാൾക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ പറയുന്ന പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്ക് മാത്രമാണ് ഈ പറയുന്ന പോസ്റ്റിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത് ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണ്. കാരണം ഒരു ക്രൈസ്തവ മതത്തിലുള്ള ഒരാൾ ഒരു ദേവസ്വം ബോർഡിൽ വരികയും അവരുടെ ആചാരങ്ങളും കസ്റ്റമും ഒന്നും അറിയാതെ നിൽക്കുമ്പോൾ അത് അതിൻ്റെ എഫിഷ്യൻസിയെ തന്നെയല്ലേ ബാധിക്കുന്നത്. അപ്പം ആ ഒരു പോസിറ്റീവ്നെസ് കൺസിഡർ ചെയ്ത് തന്നെയാണ് 16 ക്ലോസ് 5 നിയമത്തിൽ വന്നിരിക്കുന്നത്. അടുത്തതാണ് 16 ക്ലോസ് 6. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ EWS എന്ന് പറഞ്ഞായിരുന്നല്ലോ. നരസിംഹറാവു സർക്കാരിന് 2 സജഷൻ പറഞ്ഞത് എന്താണ്? EWS എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ളവർക്കും 10% റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞ പ്രൊവിഷൻ. പക്ഷെ അന്ന് സുപ്രീം കോടതി അതിനെ റിജക്റ്റ് ചെയ്യുകയും ശരിയല്ലെന്ന് പറയുകയും ചെയ്തെങ്കിലും 2019 മോദി സർക്കാരിൻ്റെ കാലത്ത് 103ാമത്തെ അമെൻമെന്റ് എന്നുള്ള രീതിയിൽ നോക്കണം. 103 അമെൻമെന്റ്സ് ആണ് നമ്മൾ ഇതുവരെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യം 75 വർഷത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നടന്നിരിക്കുന്നത്. ഇപ്പം 2023 വരുമ്പോഴത്തേക്കും 110 മുകളിലായിട്ടുണ്ട്. വുമൺ റിസർവേഷൻ ബില്ലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അമെൻമെന്റ് എന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ 103ാമത്തെ അമെൻമെന്റ് എന്നുള്ള രീതിയിൽ വരികയും അതിനകത്ത് ക്ലോസ് 6 ഓഫ് 16 ക്ലോസ് 6 ക്ലോസ് 6 ഓഫ് 16 ആർട്ടിക്കിൾ 16 10% reservation of post for economically weaker sections of citizens in addition to the existing reservation in each criteria. നിലവിലുള്ള റിസർവേഷനെ അതിനകത്ത് ഒരു ഭേദഗതിയും വരുത്താതെ ഒരു 10% അഡീഷണൽ റിസർവേഷൻ കൂടെ EWS എന്നൊരു കാറ്റഗറിക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് 2013 ഏറ്റവും നർമ്മപ്രധാനമായിട്ടൊരു നിയമം വരികയും അതിൻ്റെ ഒരു ആർട്ടിക്കിളാണ് നിങ്ങൾ ആ ഒരു സൈഡിൽ കാണുന്ന ന്യൂസ് പേപ്പർ ക്ലിപ്പ്. അതിനകത്തും കണ്ടീഷനാണ്. എല്ലാ വ്യക്തികൾക്കും ഒന്നും EWSനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കുറേ നമ്മുടെ ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഇത്ര ശതമാനം സാലറി ഉള്ളവർക്കും ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഏരിയ ലാൻഡ് പ്രോപ്പർട്ടി ഉള്ളവർക്കൊക്കെ മാത്രമേ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം പോസിറ്റീവ് കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 16 ആയിട്ടുള്ള നമ്മുടെ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റിനകത്ത് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ രണ്ട് ക്ലോസിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? No one should be discriminated on the basis of caste, color, sex, religion എന്നുള്ള ബേസിലാണ്. 16 ക്ലോസ് 3 മുതൽ 6നകത്ത് എന്തായാലും അതിനകത്ത് എക്സെപ്ഷൻസ് ആണ്. ഒരു ലൂപ്പ് ഹോൾസ് എന്ന് പറയാൻ പറ്റില്ല, എക്സെപ്ഷൻസ് ആണ്. കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള എക്സെപ്ഷൻസ് ആണ്. ചില കാര്യങ്ങളിൽ ഈ പറയുന്ന ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റിക്കകത്ത് ചെറിയ വൈലേഷൻ ആവാം. എന്തുകൊണ്ട്? അത് ഒരു വെൽഫെയർ എന്നുള്ളൊരു പോസിറ്റീവ് വെൽഫെയർ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞതിനകത്ത് എന്താണ്? ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിൽ ചില പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, പർട്ടിക്കുലർ സ്റ്റേറ്റ് ഉള്ളവർക്കോ പർട്ടിക്കുലർ ലിംഗ്വിസ്റ്റിക് ആയിട്ട് ലാംഗ്വേജ് അറിയാവുന്നവർക്ക് മാത്രം പ്രിഫറൻസ് കൊടുക്കുകയും, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 16 ക്ലോസ് 4A-ക്കകത്തും 4നകത്തും പറയുന്നതാണ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ കൊടുക്കുകയും, അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആ പറയുന്ന ആൾക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുകയും, അല്ലെങ്കിൽ എക്കണോമിക്കൽ വീക്കർ സെക്ഷന് മാത്രം ഒരു 10% റിസർവേഷൻ കൊടുക്കുക. ഇതെല്ലാം ഒരു പോസിറ്റീവ് എക്സെപ്ഷൻസ് ആയിട്ട് ഇതിനെ നമ്മൾ അംഗീകരിക്കും. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. നമുക്കറിയാം അൺടച്ചബിൾ അല്ലെങ്കിൽ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത്, എസ്പെഷ്യലി ഇന്ത്യ നമ്മൾ കൂട്ടേണ്ട നമ്മുടെ സ്വന്തം കേരളത്തിൽ നോക്കി ഒരു 18ാം നൂറ്റാണ്ട് വരെ ഇവിടെ അയിത്തം വളരെയധികം നിന്നിരുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു. കാരണം നടപ്പാതകൾ ഉപയോഗിക്കാൻ, കീഴ്ജാതിക്കാരന് നടപ്പാത ഉപയോഗിക്കാനോ വസ്ത്രമിടാനോ ഒന്നും അവകാശമില്ലായിരുന്നൊരു സ്റ്റേറ്റ് ആയിരുന്നു. ഒരു സോഷ്യൽ ഡിസേബിലിറ്റി ഉണ്ടായിരുന്നു അല്ലേ?
അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മേൽജാതി, നീ കീഴ്ജാതി, നീ അടിമ, അങ്ങനെ ഒരു 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 കൾച്ചറായിരുന്നു ഇവിടെ നമുക്കെല്ലാം ഉണ്ടായിരുന്നത്. ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഇന്നും അതുണ്ട്. എന്നാൽ പോലും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ആർട്ടിക്കിൾ 17 വളരെയധികം വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയിൽ കൂടെ നിയമം നമ്മളോട് പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് അബോളിഷ്ഡ്, കംപ്ലീറ്റ്ലി തുടച്ച് നീക്കണം എന്നുള്ള രീതിയിലും ഇത് കംപ്ലീറ്റ്ലി ബാൻ ചെയ്തു എന്നുള്ള രീതിയിലാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. അത് പറയുന്നത് വെച്ചാൽ ഇഫ് ദ എൻഫോഴ്സ്മെന്റ് ഓഫ് എനി ഡിസേബിലിറ്റി അറൈസിങ് ഔട്ട് ഓഫ് അൺടച്ചബിലിറ്റി ഷാൽ ബി ഒഫൻസ് പണിഷബിൾ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ. ആരെങ്കിലും ഏതെങ്കിലും വ്യക്തിയെ ഈ പറയുന്ന അൺടച്ചബിലിറ്റിയുടെ പേരിൽ മാറ്റി നിർത്തുകയോ പരിഹസിക്കുകയോ വേറുകൃത്യം കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നിയമപ്രകാരം പണിഷബിൾ ആണെന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നമുക്കറിയാം SC/ST കമ്മ്യൂണിറ്റി പോലത്തുള്ള കമ്മ്യൂണിറ്റികൾ ഏറ്റവും കൂടുതൽ ക്രൂരമായ രീതിയിൽ ഈ പറയുന്ന വേറുകൃത്യങ്ങളും മൈത്തത്തിനും ഇരകളായി തീർന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് SC/ST അട്രോസിറ്റീസ് എന്നൊക്കെ പറഞ്ഞ നിയമങ്ങളൊക്കെ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലുള്ളവരെയൊക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പരിഹസിക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും നിയമമുണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ പണിഷ്മെൻറ്റും നിയമം പറയുന്നുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ പോലുമാണ് ഇതെല്ലാം. മൂവിങ് ടു ദ ലാസ്റ്റ് ആർട്ടിക്കിൾ അണ്ടർ റൈറ്റ് ടു ഇക്വാലിറ്റിക്ക് അത് പറയുന്നതാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് രാജാക്കന്മാർ വാണിരുന്ന രാജ്യമാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുള്ള സമയത്ത് കേണൽമാരും വൈസ്രോയിമാരൊക്കെ വാണിരുന്ന രാജ്യമായിരുന്നു. അപ്പം ഇവരൊക്കെ ഉള്ള സമയത്ത് നമുക്കറിയാം ഇവരുടെ എല്ലാം പേരിൻ്റെ മുമ്പിൽ എന്തായിരുന്നു പലപ്പോഴും രാജാ രവിവർമ്മ, രാജ, മഹാരാജ എന്ന് പറഞ്ഞ കുറേ ടെർമിനോളജീസ് എപ്പോഴും ഇവർ അഡാപ്റ്റ് ചെയ്യുമായിരുന്നു ഇവരുടെ നാമത്തിൻ്റെ കൂടെ തന്നെ. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഓൾ പീപ്പിൾ ആർ ഈക്വൽ ബിഫോർ ലോ. ഇവിടെ വലിയവനോ ചെറിയവനോ എന്നില്ല, ജനങ്ങളാണ് ഏറ്റവും വലിയ ആൾക്കാർ. ഈ ജനങ്ങളുടെ കൂട്ടത്തിൽ ആരും വലിയവനില്ല, എല്ലാവരെക്കാളും അധിപൻ എന്ന് പറയുന്നത് നിയമമാണ്. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ആ ഒരു സ്ഥിതിക്ക് ഒരാൾക്കും സ്പെഷ്യലായിട്ടൊരു ടൈറ്റിൽ തരാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ആർട്ടിക്കിൾ 18 ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത് വെച്ചാൽ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഒരു വ്യക്തിക്കും നിയമം ഇത് കൊടുക്കുന്നില്ല, റൈറ്റ് കൊടുക്കുന്നില്ല ടു ഹോൾഡ് എ ടൈറ്റിൽ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു, തുടക്കകാലങ്ങളിൽ രാജ എന്നൊക്കെയുള്ള മഹാരാജ, രാജ, കേണൽ, വൈസ്രോയ് എന്നൊക്കെയുള്ള പേരുകൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇതിനെ കംപ്ലീറ്റ്ലി ബാൻ ചെയ്യും. ആരുടെയും പേരിന് മുമ്പിൽ ഇങ്ങനത്തെ ടൈറ്റിൽസ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം രാജ എന്നുള്ളൊരു പേര് കാണാം, പക്ഷേ ഇപ്പം രാജ XOR Y അങ്ങനെ ടൈറ്റിൽ യൂസ് ചെയ്യില്ലെന്ന് പറയപ്പെടുന്നുണ്ട്. അതാണ് ഇതിനകത്ത് പറഞ്ഞത്. പക്ഷെ നമ്മളപ്പം ഒരു സ്വാഭാവികമായിട്ട് നമുക്കൊരു ഡൗട്ട് വരുമല്ലോ. അപ്പം നമ്മൾ ഈ രാജ്യം ആദരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, പത്മശ്രീ, പത്മഭൂഷൺ, അർജുന അവാർഡ്, ഭാരതരത്ന ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന വ്യക്തികളിലപ്പം എന്താണ് അവർക്കിത് ബാധകമാവില്ലേ എന്നുള്ളൊരു ചോദ്യം നമുക്ക് കോമൺ ആയിട്ട് വരുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രാജ്യം ഒരു വ്യക്തിയെ ആദരിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ടൈറ്റിൽസ് ആണല്ലോ പത്മഭൂഷൺ, പത്മശ്രീ, ഭാരതരത്ന. ഇതെല്ലാം അബോളിഷൻ ഓഫ് ടൈറ്റിൽസിനകത്ത് വരുന്നതല്ല. ഇത് അവരുടെ ഡോക്ടറേറ്റ്, ബെസ്റ്റ് എക്സാമ്പിൾ പറയാം, ഡോക്ടറേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ DR എന്നൊക്കെ ഓരോരുത്തരുടെ പേരിന് മുമ്പിൽ കാണുമല്ലോ. ഇതെല്ലാം ആ വ്യക്തിയുടെ പ്രയത്നത്തിൻ്റെ ഫലമായി കിട്ടുന്ന ഒരു ടൈറ്റിലാണ്. ഇപ്പം ഡോക്ടർ സോ ആൻഡ് സോ, ഡോക്ടർ ലക്ഷ്മിബായ് എന്നൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരിക്കലും ടൈറ്റിലായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്തില്ല. അത് ആളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷനാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ രാജ്യം ഒരാൾക്ക് പത്മശ്രീ കൊടുക്കുകയാണെങ്കിൽ പത്മശ്രീ സോ ആൻഡ് സോ എന്ന് പറയുന്ന ഒരാളുടെ പേര് കൊടുക്കുകയാണെങ്കിൽ അതും ആളുടെ ഇൻ്റലിജൻറ്റ് എഫേർട്ട് ആൻഡ് എക്സലൻസിൻ്റെ ഭാഗമായിട്ട് രാജ്യം ആദരിക്കുന്നതാണ്. അതിനെ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ രാജ, മഹാരാജ എന്നുള്ള ടൈറ്റിലുമായിട്ട് കോറിലേറ്റ് ചെയ്യില്ല, രണ്ടും രണ്ടാണ്. പക്ഷേ അതേപോലെ തന്നെ നിയമം പറയുന്നുണ്ട്, രാജ്യം ഒരു വ്യക്തിക്ക് ഒരു ബഹുമതി കൊടുക്കുമ്പോൾ നിയമം പറയുന്നുണ്ട്, ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് എ പ്രിഫിക്സ് ഓർ സഫിക്സ് ടു ദ നെയിംസ് ഓഫ് അവാർഡീസ്. ആ പറയുന്ന വ്യക്തികളുടെ പേരിൻ്റെ കൂടെ ഇപ്പം പത്മശ്രീ മോഹൻലാൽ അല്ലെ പത്മശ്രീ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേജിൽ അവർക്ക് വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഡിനോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒരിക്കലും അവരുടെ പേരെന്നുള്ളത് അങ്ങനെ പത്മശ്രീ മമ്മൂട്ടി എന്നുള്ള രീതി, അല്ലെ പത്മശ്രീ മോഹൻലാൽ എന്നുള്ള രീതിയിൽ ആക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. ആ പേരിൽ നമ്മൾ പേര് മാറ്റുമല്ലോ ചിലർ. അപ്പം പത്മശ്രീ മമ്മൂട്ടി അല്ലെ പത്മശ്രീ മോഹൻലാൽ എന്നുള്ള രീതിയിൽ ഒരിക്കലും
പേര് അങ്ങനെ ആവാൻ പാടില്ല. പക്ഷെ നമ്മളിപ്പോൾ അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ, ഒരു സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യുമ്പോൾ, അടുത്തതായി നമ്മളെ ചീഫ് ഗസ്റ്റ് പത്മശ്രീ മമ്മൂട്ടി അല്ലെങ്കിൽ പത്മശ്രീ മോഹൻലാൽ എന്ന് പറയുന്നത് തെറ്റില്ല. ഒരിക്കലും ഈ ടൈറ്റിൽസ് അവരുടെ പേരിൻ്റെ ഫ്രണ്ടിലോ ബാക്കിലോ ഒരു അലങ്കാര വസ്തുവായിട്ട് അവർ ആഡ് ഓൺ ചെയ്യാൻ ഒരിക്കലും പാടില്ലെന്നും നിയമം പറയുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ പറയുന്നത്, അബോളിഷൻ ഓഫ് ടൈറ്റിൽ, അത് ഇതാണ് പറയുന്നത്. നമുക്ക് ഇവിടെ പണ്ടുണ്ടായിരുന്ന ചില ടൈറ്റിൽസ്, ഈ രാജ മഹാരാജ എന്ന് പറയുന്ന ടൈറ്റിൽസിനെല്ലാം ഒഴിവാക്കണമെന്നും രാജ്യം ആദരിക്കുന്ന വ്യക്തികൾക്ക് ചില ടൈറ്റിൽസ് കൊടുക്കും. അത് അവരുടെ എക്സലൻസ്, ഏതൊരു അക്കാഡമിക്സ് ആവാം, സ്പോർട്സ് ആവാം, അവരുടെ വർക്ക് റിലേറ്റഡ് ആവാം, എന്തും ആവാം, അതിനും അത് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് വരുന്നില്ല. അത് അവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമതിയാണ്. പക്ഷേ അതിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, അതൊരിക്കലും അവരുടെ പേഴ്സണൽ ബെനിഫിറ്റിനെ കൺസിഡർ ചെയ്ത് അവരുടെ പേരിനോടോ അല്ലാതെ യൂസ് ചെയ്യാൻ പാടില്ലെന്നും പറയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഒരു ആഡ് ഓൺ ഇൻഫർമേഷൻ, അതൊരു GK വേണ്ടി ഞാൻ പറയുകയാണ്. നമുക്ക് നമ്മുടെ രാജ്യത്ത് പത്മശ്രീ അവാർഡും ഇതെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. നമുക്ക് ഒരു വർഷം പത്മശ്രീ അവാർഡ് എത്ര പേർക്ക് കൊടുക്കണം എന്ന് പോലും നിയമത്തിൽ വളരെയധികം പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷം 120 മുകളിൽ പോകാൻ പാടില്ല. മാക്സിമം ഷുഡ് ബി 120 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ GK വേണ്ടി മാത്രം പറയുകയാണ്. ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഒരു വർഷം പത്മശ്രീ അവാർഡ് കൊടുക്കേണ്ടത് 120 താഴെ ആയിരിക്കണം. ഷുഡ് നോട്ട് ബി മോർ ദാൻ 120. അതേപോലെ തന്നെ ഭാരത് രത്ന അവാർഡ് മാക്സിമം ഒരു വർഷം 3 പേർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട്. എന്ന് വെച്ചാൽ അത്രയും റിഫൈൻ ചെയ്ത് സ്ക്രൂട്ടിനി ചെയ്ത് വളരെ എലിജിബിൾ ആയിട്ടുള്ള 3 പേർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ 120 പേർക്ക് മാത്രമേ ഈ പറഞ്ഞ അവാർഡുകളല്ല, എല്ലാ അവാർഡുകൾക്കും ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ 2 പത്മശ്രീ അവാർഡും ഭാരത് രത്നയാണ്. ഇന്ത്യയിലെ ഏറ്റവും ബഹുമതിയുള്ള അവാർഡുകളാണ്. അപ്പം നോക്കണം രാജ്യം എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഇതെല്ലാം കൊടുക്കുക. കാരണം നമ്മൾ എന്താണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽ കൂടെ എന്താണ് രാജ്യം നേടുന്നത്? നമ്മൾ പറയുന്ന സിറ്റിസൺസ് എല്ലാവരും ഈക്വലാണ്. ഇപ്പം ഈക്വലാന്ന് പറയുന്നിടത്ത് ഒരുത്തൻ രാജാവും ഒരുത്തൻ പ്രജയും എന്നുള്ള രീതിയിലല്ലല്ലോ. എല്ലാവർക്കും ഒരു കോമൺ ടൈറ്റിൽ മതി, സിറ്റിസൺ. അല്ലാതെ ഐ ആം ഗ്രേറ്റ്, യു ആർ വീക്ക് എന്നുള്ളൊരു ടൈറ്റിൽ വേണ്ട. ഓൾ ആർ ട്രീറ്റഡ് ഈക്വലി, ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. അങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ജനറൽ പ്രിൻസിപ്പിളിനകത്ത് മനസ്സിലാക്കേണ്ടത്. സോ റൈറ്റ് ടു ഇക്വാലിറ്റിക്കകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓൾ ആർ ഈക്വലി കൺസിഡേർഡ് ആൻഡ് ഓൾ ആർ ഈക്വലി പ്രൊട്ടക്റ്റഡ് അണ്ടർ ലോ. ഇതാണ് റൈറ്റ് ടു ഇക്വാലിറ്റിക്കകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് എന്ന് പറയുന്ന ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ നമുക്കൊരു 2-3 ക്ലാസ്സിനുള്ളിൽ തന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള എസെൻഷ്യൽ കോർ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. CUT പോലത്തെ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. വളരെയധികം നിങ്ങൾ സിൻസിയറായിട്ട് ഇത് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കില്ല, ചോദിക്കണം. അത് നമ്മൾ ക്ലിയർ ചെയ്ത് വളരെ ബേസിക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ കോൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾ മുമ്പിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കോളേജിലാണെങ്കിലും പരീക്ഷയ്ക്കാണെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇന്ന് നമ്മൾ പഠിച്ച ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ടുള്ള റൈറ്റ് ടു ഇക്വാലിറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.